ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അഭിനന്ദനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ബംഗാളിൽ ഉണ്ടായിരുന്നു എന്ന് പത്രങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും. അദ്ദേഹം പല പുതിയ പ്രോജക്റ്റുകൾ അവിടെ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രധാനമന്ത്രി ഒരു ഗവർണറോട് പറയുന്ന പല പല കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. അതൊക്കെ രഹസ്യമാണ്, ഇവിടെ ഞാൻ പരസ്യപ്പെടുത്തുന്നില്ല. എങ്കിലും അതിനിടയ്ക്ക് അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു. അതെന്താണെന്നറിയോ? ആനന്ദ് ബോസ് ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞ സിനിമ കണ്ടോ? എനിക്ക് അതിശയമായിരുന്നു. കാരണം ഒരു പ്രധാനമന്ത്രി സാധാരണ സിനിമക്കാരുമല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, കണ്ടില്ല സാർ, നിങ്ങൾ ഉടനെ കാണണം. അത് സ്പെഷ്യൽ ഷോ കണ്ടാൽ പോരാ, തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഈ സിനിമ കാണാൻ ഇവിടുത്തെ ഗവർണർ എത്തി എന്നുള്ള ജനങ്ങൾ അറിയണം. പോകാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഫ്ലൈറ്റിൽ COP ചെയ്ത ഉടൻ തന്നെ ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് അതിനെക്കുറിച്ച് ഞാനൊരു റിവ്യൂ എഴുതി. അദ്ദേഹം അത് തന്നെ പറഞ്ഞിരുന്നു, സിനിമ കാണണം, അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം. എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത് ഒരു കഥയാണ്. ഈ ആർട്ടിക്കിൾ 370 എന്ന സിനിമയല്ല. ആർട്ടിക്കിൾ 370 നമുക്കറിയാം, കാശ്മീരിനെ അടിമത്തത്തിൽ വിമോചിപ്പിച്ചു വെച്ച ധീരമായൊരു നടപടിയാണ് ആർട്ടിക്കിൾ 370 നിർത്തലാക്കിയത് എന്ന് ഞാൻ പറയാതെ തന്നെ ഞങ്ങൾക്കൊക്കെ അറിയാം. ഒരിടത്തൊരിടത്ത് ഈ കഥയെല്ലാം അങ്ങനെ തുടങ്ങുമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു കാട്ടിലെ രാജാവ് സിംഹത്തിന് എല്ലാവർക്കും പേടിയാണ്, ബഹുമാനമാണ്. അപ്പൊ സിംഹത്തിന്റെ മകൻ ലയൺ പ്രിൻസ് അവൻ ഓർത്തു, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യാം. അവനൊരു പരിപാടി കണ്ടുപിടിച്ചു. അവനൊരു മാൻ ഓഫ് ഐഡിയാസ് ആയിരുന്നു കേട്ടോ കാട്ടിൽ. അവന് കിട്ടിയ ഒരു ഐഡിയ, രാവിലെ അച്ഛൻ ഇറങ്ങുന്നതിന് മുമ്പ് അവന് കാട്ടിലൂടെയൊക്കെ ഒരു നടത്തം, കാണുന്ന മൃഗങ്ങളെയൊക്കെ വിരട്ടും. ആദ്യം ഒരു മാൻപേടയെ കണ്ടു. മാൻപേടയോട് ചോദിച്ചു, ആരാണ് കാട്ടിലെ രാജാവ്? മാൻപേട പേടിച്ച് വിറച്ചു പറഞ്ഞു, തിരുമേനി, അങ്ങാണ് ഈ കാട്ടിലെ രാജാവ്. അത് കഴിഞ്ഞൊരു കാട്ടുപോത്ത് വന്നു. കാട്ടുപോത്തിനോട് ചോദിച്ചു, ആരാണ് കാട്ടിലെ രാജാവ്? കാട്ടുപോത്തൻ തുറിച്ചു നോക്കി, തറയിൽ ചവിട്ടി ഒരു ശബ്ദം വെച്ചിട്ട് ഉത്തരം പറയാതെ ദേഷ്യപ്പെട്ടങ്ങ് പോയി. അപ്പോഴാണ് ഒരൊറ്റയാൻ ചിഹ്നം വിളിച്ച് തുമ്പിക്കയുയർത്തി ബഹളം വെച്ച് വരികയാണ്. അതിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നമ്മുടെ സിംഹക്കുട്ടൻ ചോദിക്കുകയാണ്, ആരാണ് കാട്ടിലെ രാജാവ്? ആന എന്ത് ചെയ്യുന്നു? മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്, ഒറ്റയാന. ആന ഇവനെ തുമ്പിക്കയിൽ ഒറ്റ ഏറ് വെച്ചു. ഒരു പാറയിൽ അടിച്ച് ചോര വന്ന് ചട്ടി വന്നിട്ട് ആനയോട് ചോദിക്കുക, ഈ ലയൺ പ്രിൻസ്, ആനയെങ്കിലെ ഞാനൊരു ചോദ്യം ചോദിച്ചെന്നല്ലേ ഉള്ളൂ, ഉത്തരം പറയാൻ പോയി, അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ വേണോ? അതാണ് ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 അതാണ്. ഒരു ചോദ്യം ചോദിച്ചതല്ലേ ഉള്ളൂ. ഇന്ത്യ ഹാസ് അറൈവ്ഡ്. അത് നമ്മൾ മനസ്സിലാക്കി. India is great. We asserted India is great. India is strong. We asserted India is strong. ഇന്ന് ലോകം മുഴുവൻ സമ്മതിക്കുന്നു മേരാ ഭാരത് മഹാനെന്ന്. ഇവിടെ മാത്രം ചിലർക്ക് അത് സംശയമില്ല. ഇന്നിവിടെ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞു. അന്നും സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ നറേഷൻ, നമുക്കറിയാം, സത്യം പുറത്തു കൊണ്ടുവരുന്നവരാണ് നമ്മുടെ മീഡിയക്കാർ. അതിലവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം ഉയർന്നു നിൽക്കുന്നെങ്കിൽ പ്രധാന കാരണം പത്രസ്വാതന്ത്ര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മഹാനായ പ്രധാനമന്ത്രി പത്രസ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നത്. ചില വിമർശനങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നെങ്കിലും പോലീസുകാർ പറയുന്നു, പത്രപ്രവർത്തകരുടെ തലതൊട്ടപ്പനായ പോലീസുകാർ, അവർ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് പ്രസ്, അവർ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് പ്രസ് വിൽ റൈസ് ഓർ ഫോൾ ടുഗദർ എന്ന്. ഇത് നാം ഉൾക്കൊള്ളുന്നു. എന്നാൽ നറേറ്റീവ് അതല്ല. മീഡിയ പ്രവർത്തനം വേറെ, പത്രപ്രവർത്തനം വേറെ, മാധ്യമപ്രവർത്തനം വേറെ, നറേറ്റീവ് വേറെ. അത് കൂടുതലും കാണുന്ന സോഷ്യൽ മീഡിയയിലാണ്. ഈ നറേറ്റീവ് തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. ഈ നറേറ്റീവ് തുടങ്ങിയതും മഹാഭാരത യുദ്ധവേദിയിലാണ്. എന്നൊരു ഗ്രാമപ്രദേശം, ഗ്രാമത്തിലെ തുരുത്താണ്, ഗംഗയിലുള്ള ഒരു തുരുത്താണ്. 3000 ആളുകൾ പാർക്കുന്ന ഒരു തുരുത്ത്. അങ്ങോട്ടേക്ക് വാഹന സൗകര്യമില്ല, പാലമില്ല. നമ്മൾ വന്ന് ഇറങ്ങിയിട്ട് വള്ളത്തിലോ ബോട്ടിലോ ഒക്കെ ആയിട്ട് വേണം അക്കരെ കിടക്കാൻ.
ഇൻസുലാരിറ്റി എന്ന് പറയാറുണ്ടല്ലോ, അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടരാണ്. ഞാനന്ന് കേരളത്തിൽ എനിക്ക് ആകെ അനുവദിച്ചിരുന്ന 1 മാസം 2 ദിവസം അവധിയാണ്. ചക്കുളത്തുകാവിൽ പോകാൻ ഒരു ദിവസം എനിക്ക് അനുവദിക്കും. അതിന് മുമ്പിലും പറ്റുമായി ഒരു ദിവസം ഞാൻ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കും. ആ 2 ദിവസത്തേക്ക് ഞാൻ കേരളത്തിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചിലർ വന്ന് പറഞ്ഞു, സന്ദേശ് ഗലി എന്ന സ്ഥലത്ത് അവിടെ ചില ഗുണ്ടകളെന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഷാജഹാൻ, നമ്മുടെയൊക്കെ ഷാജഹാൻ എന്ന് പറഞ്ഞാൽ ഷാജഹാൻ ചക്രവർത്തിയാണ്, ഇദ്ദേഹം അതിനേക്കാളും വലിയാണ് അവിടെ. അദ്ദേഹം വരും, അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളുമുണ്ട്. ഇത് സത്യമാണെന്ന് എനിക്ക് ഇന്നലെ തോന്നിയില്ല, ഞാനും അതിന് നറേറ്റീവ് ആയിരിക്കും. ഇവിടെ എന്നെ വിളിച്ച് പറഞ്ഞ ആൾ സത്യസന്ധനായിരുന്നുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? അച്ഛനും അമ്മയും പ്രായമായ മകളും ഉള്ള ഒരു പാർക്കുന്ന ഒരു വീട്, അങ്ങോട്ടേക്ക് രാത്രി 7-8 മണിയാകുമ്പോൾ ഒരു ഗുണ്ടത്തലവൻ വന്നിട്ട് പറയും, മകളെയും ഭാര്യയെയും ഇന്ന് വൈകിട്ട് പാർട്ടി ഓഫീസിലേക്ക് അയക്കണം. എതിർക്കുമെന്നറിയാമല്ലോ, ന്യായമായും ഭർത്താവ് എതിർക്കും. ഭർത്താവിനെ അവിടെ വെച്ച് തന്നെ അടിച്ച് താഴെയിടും. ഇവരും കൊണ്ട് പോകും. 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചയക്കുള്ളൂ. ഇതൊക്കെ കെട്ടുകഥയാണെന്നാണ് ഞാൻ ധരിച്ചത്. എന്ന് മാത്രമല്ല, ഇതിനെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ആ പാവപ്പെട്ടവരുടെ അവിടെ ഈ ചെമ്മീൻ വളർത്ത് കേന്ദ്രമാണ്. ചെറിയ സ്ഥലം, 5 സെൻറ്റ് 10 സെൻറ്റ് 15 സെൻറ്റിലൊക്കെ ചെമ്മീൻ വളർത്താണ്. ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവരുടെ 10 സെൻറ്റ് 50 സെൻറ്റ് പിടിച്ചങ്ങ് എടുക്കും. എന്ന് മാത്രമല്ല, അവിടെ കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ, ഫുട്ബോൾ കളിക്കാൻ ഒരു മൈതാനം ഉണ്ടായിരുന്നു. ആ മൈതാനം ഗുണ്ടാ സംഘം ഏറ്റെടുത്തു. ആർക്കും അങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല, പരാതി പറയാൻ പറ്റിയില്ല. എന്തുകൊണ്ടും അവിടെ നിരോധനാജ്ഞയാണ്, അതുകൊണ്ട് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഈ പദവി ഇട്ടുകൊണ്ട് ഇവിടെ ഈ കുപ്പായം ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യണ്ടേ? വയസ്സ് 73 ഇനിയിപ്പോൾ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് മുകളിലേക്ക് പോവുക എന്നുള്ളത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ. ഞാൻ എൻ്റെ കേരളത്തിലെ ചടങ്ങുകളൊക്കെ നിർത്തിവെച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഔദ്യോഗികമായി വളരെ മര്യാദയ്ക്ക് തന്നെയാണ് എന്നോട് പറഞ്ഞു, ഗവർണർ സാർ ആ സ്ഥലത്തേക്ക് പോകണ്ട. എന്തുകൊണ്ട്? അത് സാറേ, അങ്ങയുടെ സുരക്ഷിതത്വം ഞങ്ങൾക്ക് ഏർപ്പെടുത്താൻ കഴിയില്ല. നല്ല ഉദ്ദേശത്തോടുകൂടി പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ വലിയ സുരക്ഷിതത്വം ഒന്നും വേണ്ട. ഞാനങ്ങ് പോയി. എൻ്റെ പുറകെ പത്രക്കാരുണ്ടായിരുന്നു. എനിക്ക് പത്രക്കാരെ ഇഷ്ടമാണ്, കാരണം അവർ വിമർശിച്ചാലും നല്ല കാര്യം. അവർ പത്രക്കാരെപ്പോഴും നമ്മുടെ മുഖത്തിന് മുകളിൽ കണ്ണാടി കാണിക്കുന്നവരാണ്. കണ്ണാടി കാണുമ്പോളവും തങ്ങളുടെ മുഖം ഏറ്റവും നന്നെന്ന് നിരൂപിക്കും എത്രയോ നിരൂപകരെന്ന് പറയുന്നത് ശരിയാണ്. അപ്പം പൊതുപ്രവർത്തകരുടെ മുന്നിൽ കണ്ണാടി കാണിക്കുന്ന പത്രപ്രവർത്തകർ എനിക്ക് ഇഷ്ടമാണ്. അവരെൻ്റെ കൂടെ വന്നു. ഒരു 10 വാഹനങ്ങളിലായിട്ട് അവർ വന്നു. ഞാൻ സന്തോഷ് ഗലി എത്താറായപ്പോൾ എൻ്റെ അടുത്തൊരു പോലീസ് ഓഫീസർ വന്ന് പറഞ്ഞു, ആരോ എന്നെ വിളിച്ചു, പത്രക്കാരോ വിളിച്ചു. എൻ്റെ ADCയോട് പറഞ്ഞു, സാർ ഞങ്ങളെ തടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു. ശരിയാണ്, പത്രക്കാരെ നിങ്ങൾ തടഞ്ഞു. സാർ, അത് ഇവിടെ നിരോധനാജ്ഞയാണ്. എന്തിൻ്റെ നിരോധനാജ്ഞ? പത്രക്കാരത്തോടെ നിരോധനാജ്ഞയുണ്ടോ? ഏത് നിരോധനാജ്ഞയുള്ള സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യേണ്ട ചുമതല അവർക്കില്ലേ? സാർ, അത് ഓർഡർ ഇട്ട് കിട്ടിക്കുക. ആര് ഓർഡർ ഇട്ടു? പോലീസിൻ്റെ ഓർഡറാണ്. സാധാരണ എനിക്ക് മനുഷ്യരോട് ഞാൻ വളരെ മയത്തിലും മൃദുവായിട്ടൊക്കെ പറയുന്നത് എനിക്കിഷ്ടം, എൻ്റെ ശീലവാദമാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു, ഐ ആം ദ ഗവർണർ, ഐ ക്യാൻസൽ ദ പോലീസ് ഓർഡർ. ആര് എൻ്റെ മോട്ടോർ കേഡിൽ വേണം എന്ന് ഞാൻ തീരുമാനിക്കും. ഈ പത്രക്കാരെല്ലാം എൻ്റെ കൂടെ വന്നവരാണ്, എൻ്റെ മോട്ടോർ കേഡിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല സൗമ്യമായ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, അവരെ എൻ്റെ മോട്ടോർ കേഡിലാക്കുന്ന കാര്യം നിങ്ങൾ തന്നെയും ചെയ്യുക. അങ്ങനെ അവരെ തടഞ്ഞു വെച്ച പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അവരെ എൻ്റെ മോട്ടോർ കേഡിലേക്ക് വിട്ടു.